ഇതാണ് ഒലുവ്. ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. അതിർത്തി, മതം എന്ന് പറഞ്ഞാൽ മിതമാണ്, മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികൾ ഇതിലേക്ക് വരാൻ മടിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല്, ISM വന്നാല് പിന്നെ ഈ കൊച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ? എടങ്ങേറാണത്, എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും എന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചും കൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. നിരാണ്ട മേപ്പറുണ്ട് കയറ്റിയിട്ട് 3/4 എന്താ പറയല്, ആ നിലക്ക് അവിടെയാണ് മുറിച്ച്. നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBS പഠിക്കുന്ന കുട്ടികൾ ഈ ഉലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരും പറഞ്ഞ് പേടിപ്പിക്കുക. നിങ്ങളെ കത്തിരി കണ്ടെടുത്തിട്ട് നെരിയാണിന്റെ അവിടെ നിർത്തിയാൽ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക. അപകടമാണ്. മുണ്ടരാളെ ഒരു ചങ്ങായി ഞാൻ കല്ലായിക്കാരനാണ്, മറ്റോ പറഞ്ഞാൽ കരിങ്കല്ലായിക്കാരനാണ്. അങ്ങനെ കരിങ്കല്ലായിക്കാരനാണ്ട, കല്ലായിക്കാരനായാൽ മതി. മനസ്സിലായോ? എല്ലാത്തിനും ഒരു പാകുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. പണ്ട് സ്ത്രീകളെ വീടിന്റെ ഉള്ളിലിരുത്തണം എന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് വയലുകൾ നടത്തി, പ്രബോധനം നടത്തി എന്താക്കിച്ച നമ്മൾ നല്ല വനിതാ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഉണ്ടാക്കി നമ്മൾ ഇത് വീട്ടിന്റെ ഉള്ളിലിരിക്കണമെന്നേ പറഞ്ഞു. ഇപ്പൊ എന്താ വെച്ചാൽ മൂന്ത വരിഞ്ഞ് കിട്ടുക, പുട്ടുംകുറ്റി വരിഞ്ഞ മാതിരി പെണ്ണുങ്ങളെ മൂന്ത വരിക, ഇങ്ങോട്ട് പുറത്തിറക്കാതെ ഉള്ളിലിട്ട് പീഡിപ്പിക്കുക. പടച്ചോനെ, ഉലുവാണത്. ഇത് ഐഡന്റിറ്റിയാ, മുഖം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ഇപ്പൊ എന്റെ ഭാര്യയായിട്ട് ഇയാളങ്ങോട്ട് പോവുക, ഞാൻ അങ്ങനെ നോക്കി എനിക്കറിയോ, മൂന്ത വരിഞ്ഞ് കെട്ടിയാൽ സുഖമായിട്ട് ഇയാൾ പോലെയും കൊണ്ട് പോവുക. ഇതൊരു മറയായി സ്വീകരിച്ചെന്ന്. ഇപ്പൊ നാളിപ്പോ കള്ളനെ പിടിച്ചപ്പം ഇവൻ എന്താ ചെയ്ത് വെച്ചാൽ പർദ്ദട്ടാണ് മുഖം മറിച്ചാണ്ടാ പോയത്. ഇത് TV നമ്മൾ കാണണല്ലേ. മുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ആ മുഖം മറക്കാതെ ഒരു പെണ്ണങ്ങാണ് ഇയാളെ പണി കയറിപ്പോ അപ്പൊ എനിക്ക് വിഷയം കണ്ട, നിങ്ങളെ പെണ്ണുങ്ങളെ ഓള് കള്ളെത്തിയാട്ടോ, ഇന്നാളപ്പം പോണേ ഞാൻ കണ്ട്. ഇത് ഖിയാമത്ത് വരെ പിടുത്തം കിട്ടുമോ? വേറൊരു കൂട്ടം ആൾക്കാര് താടിയാകുന്ന സുന്നത്തിനെ ഫർളാക്കി. താടി വെക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല, അതിമേൽ ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല ഒരു സുന്നത്തുമേലെ. പിന്നെ പറയാണ് താടി വെക്കാത്ത മുസ്ലിം അല്ല. തീവ്രതയിലേക്ക് പോവുക. പിന്നെ താടി വെക്കാത്തവരെ കണ്ടാൽ ഇങ്ങനെ നോക്കുക. ഒരു ഫറളായ സംഗതി ഒഴിവാക്കിയ ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുക. ഇത് രണ്ടും ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. ഒന്നാമത്തവൻ അതിനെ വളരെ ലാഘവത്തോട് കൂടിയിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മുഖത്തിന് അഴകാണെങ്കിൽ വെച്ചാൽ ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്. താടി സുന്നത്താണ്, സുന്നത്തുമിൽ നിന്നാ മതി. അവിടെ നിന്നില്ല, തക്കവം കണ്ട് മൂത്തിട്ട് എന്തായി അതിനെ ഫറളാക്കി താടി വെക്കൽ. എന്നാ ഫറളാക്കിയ താടി ഏതെങ്കിലും താടി പോരാ, അതങ്ങോട്ട് പോയിക്കോട്ടേന്ന്, അതിമ തൊടാൻ പാടില്ല കത്തിയോണ്ടെന്ന്. അപ്പൊ എന്തായി, ഒരു വളരെ പ്രബലമായ ഒരു ഫറളായി മാറിയത്. പിന്നെങ്ങനെ നോക്കിയിട്ട് താടി വെക്കാത്തവൻ മുസ്ലിം അല്ല എന്നതിലേക്ക് എത്തി. ഇതാണ് ഒലുവ്. ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. അതിർത്തി, മതം എന്ന് പറഞ്ഞാൽ മിതമാണ്, മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികൾ ഇതിലേക്ക് വരാൻ മടിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല്, ISM വന്നാല് പിന്നെ ഈ കൊച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ? എടങ്ങേറാണത്, എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും എന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചും കൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. തുണി നെരിയാണിക്ക് താഴെ പോകരുത് എന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച്. നെരിയാണിക്ക് താഴെ പോകരുത് എന്ന്. അവിടെ നിന്നാ മതി, ഒരു വീട് നേരത്തെ കൂടെ ഏച്ചിൽ ഇങ്ങനെ പോവുക. ഓൻ ഇവിടെ ആയിരിക്കും, തുണി അവിടെ ആയിരിക്കും. നമ്മൾ മുസ്ലിങ്ങളെ കൊടുത്തത് തന്നെ. അപ്പൊ അവനെന്താക്കി, ഉള്ളതിനാണ്ട് ഒഴിവാക്കി അക്കോലത്തിൽ പ്രേരിപ്പിച്ചു. മറ്റോനോ നെരിയാണ്ട മേപ്പറുണ്ട് കയറ്റിയിട്ട് 3/4 എന്താ പറയല്, ആ നിലക്ക് അവിടെയാണ് മുറിച്ച്.
നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBS പഠിക്കുന്ന കുട്ടികൾ ഈ ഉലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരോട് പറഞ്ഞ് പേടിപ്പിക്കുക. നിങ്ങളെ കത്തിരി കണ്ടെടുത്തിട്ട് നെരിയാണിന്റെ അവിടെ നിർത്തിയാൽ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക. അപകടമാണ്. ഇങ്ങനെ ഉലുവുണ്ടാക്കിയിട്ടാണ് മതത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്. തീർച്ചിട്ടും ആളുകൾ കലഹിച്ചിട്ടും ആളുകൾ പരിഹസിച്ചിട്ടും എന്തേ അവരെങ്ങനെ പ്രവർത്തിച്ചത്? സുന്നത്തിനോടുള്ള കണിശതയാണ്. അല്ലാഹുവിന്റെ റസൂൽ താടി വെക്കാൻ പറഞ്ഞാൽ അവർ താടി വെക്കുകയാണ്. സംശയമില്ല. അതിൽ വലിയവരെന്ന ചെറിയവരെന്ന വ്യത്യാസമില്ല. നേരെ മറിച്ച് MBBS പഠിക്കുന്ന കുട്ടികള്, MSM പ്രവർത്തിക്കുന്ന കുട്ടികള് അവര് താടി വെക്കുകയാണ്. എന്തുകൊണ്ട് ആ കണിശത കാണിക്കുന്നു? അവർക്ക് ക്ലീൻ ഷേവ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് മെലിഞ്ഞു നടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് എന്റെ നബിയുടെ സുന്നത്താണ്. ആ കണിശത ഞാൻ ആ വിഷയത്തിൽ പാലിക്കണം. റബ്ബിന്റെ അടുക്കൽ നിന്ന് എനിക്ക് കൂലി കിട്ടണമെന്ന ആഗ്രഹമാണ്. ഒരിക്കലും ഒരു മുജാഹിദ് പ്രവർത്തകന് അതിൽ യാതൊരുവിധ പ്രയാസവും ഉണ്ടായിട്ടില്ല. നെരിയാണിക്കു മേലെ വസ്ത്രം ധരിച്ച് നടക്കുകയാണ്. എന്റെ ടൈറ്റ് ജീൻസ് ഇട്ട് അത് ഷൂവിന്റെ മുകളിലേക്ക് ഇറക്കിയിട്ട് നെരിയാണിക്ക് താഴെയിട്ടിട്ട് റോക്ക് ടൈലിൽ നടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ആ ഹദീസ് കണ്ട് നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തില്, പ്രവർത്തകരായ മുജാഹിദ് പ്രസ്ഥാനത്തില്, MSM ISM അതുപോലെ തന്നെ KNM ആളുകൾ, മുജാഹിദ് പ്രവർത്തകർ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് അത് ഒരിക്കലും ഉലുവാണ്, അതിർവിട്ട പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുകയില്ല. മനസ്സിലാക്കാൻ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രവർത്തകർക്ക് സാധിക്കുകയുമില്ല. നേരെ മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം കണിശമായ നിലപാട്. ആരെല്ലാം പ്രസംഗിച്ചാലും ആരെല്ലാം വാദിച്ചാലും അതിനെതിരെ നിലകൊള്ളാനും ആ നിലപാട് സ്വീകരിക്കുവാനും അവർക്ക് കഴിയും. കാരണം അവർക്ക് ബാധ്യതയുള്ളത് ഒരു മൗലവിയുടെ വാക്കിനോടല്ല, മൗലവിയുടെ പ്രസംഗത്തോടല്ല. നേരെ മറിച്ച് അവരുടെ ജീവിതത്തിൽ അവർ നോക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തോ എന്നാണ്, റസൂൽ പ്രവർത്തിച്ചോ എന്നാണ്, റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ടോ എന്നാണ്. ആ മാതൃക അവർ സ്വീകരിച്ചുകൊണ്ട് അവർ താഴ്മീറ്റ് വളർത്തുകയാണ്. MBBS പഠിക്കുന്ന കുട്ടികള്, മെഡിക്കൽ സ്റ്റുഡൻസ് അവരിതാ താടി വെച്ച് നടക്കുകയാണ്. ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് നടക്കുകയാണ്. അതിനവർക്ക് നാണക്കേടില്ല, പരിഹാസമില്ല. അവരെ കണ്ടാൽ മുജാഹിദ് പ്രവർത്തകർക്ക് അഭിമാനമാണ്, മുജാഹിദ് പണ്ഡിതന്മാർക്ക് അഭിമാനമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സുന്നത്തിനെ യുവത്വത്തിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ ഏറ്റെടുത്ത മക്കളെ കാണുമ്പോ വിശ്വാസികളായ ആളുകൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. പർദ്ദ ധരിച്ച് മാന്യമായി വസ്ത്രം ധരിച്ചിട്ട് കയ്യിൽ ബുക്കും പിടിച്ചിട്ട് പഠിക്കാൻ പോകുന്ന കോളേജ് വിദ്യാർത്ഥിനികളെ കാണുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. കാരണം എന്താ? ഈ രൂപത്തിൽ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുന്നത് കാണുമ്പോ, ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കുന്നത് കാണുമ്പോ അതിനോടുള്ള ആ സ്നേഹമാണ്, അടങ്ങാത്ത അഭിനിവേശമാണ്, അത് ഉഴുവാണ്, അത് അതിന് വിട്ട പ്രവർത്തനമാണ് എന്ന് ഒരിക്കലും മുജാഹിദുകൾ മനസ്സിലാക്കുകയില്ല. അങ്ങനെ മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മുജാഹിദുകളുടെ നിലപാടാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയും ഇല്ല. നേരെ മറിച്ച് നമുക്കറിയാം, മഹാനായ KM മൗലവി, ആ KM മൗലവി സൗദി അറേബ്യയിൽ പോയി കേരളത്തിലേക്ക് മടങ്ങി വന്നിട്ട് സൗദി രാജാവിന് കത്തെഴുതുകയാണ്. എന്താ കത്തെഴുതിയതെന്നറിയോ? കത്തെഴുതിയത് എന്താണെന്നറിയോ? അതെ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വരുമ്പോ, പരിശുദ്ധമായ ഹറം പ്രദേശത്ത് വരുമ്പോ ഞങ്ങളവിടെ കാണുന്നത് ബാർബർ ഷാപ്പുകളിൽ താടി വടിക്കുന്നതായിട്ടാണ്, അതിനുള്ള അനുവാദം നിങ്ങൾ നൽകിയതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്നത് ഹറാമാണെന്ന നിലക്കാണ്, നിഷിദ്ധമാണെന്ന നിലക്കാണ്. പവിത്രമായ മക്കയുടെ ഹറം പ്രദേശത്ത് താടി വടിക്കുന്നത് കണ്ടപ്പോ പ്രയാസം തോന്നിയിട്ടുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെന്ന് സൗദി രാജാവിന് കത്തെഴുതിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കണം. അല്ലാതെ താടി വെക്കുന്നത്, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നത് ഉരുവാണ്, അതിരുവിട്ട പ്രവർത്തനമാണ് എന്ന് ഒരിക്കലും മുജാഹിദുകൾ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കുകയുമില്ല. മനസ്സിലാക്കിയവൻ മുജാഹിദുമല്ല എന്ന് മാത്രമല്ല, മാന്യ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വന്ന ഒരു കാര്യത്തോട് അതിനോട് അങ്ങേയറ്റത്തെ ആത്മാർത്ഥത കാണിക്കുകയും അത് സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നവനാണ് സലഫി. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ സലഫിയല്ല. ഫാറൂഖിയെ നമ്മൾ ഇത്രയധികം ക്രൂശിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ CD ആദ്യാവസാനം കേൾക്കണം. എന്നിട്ട് അതിലെ ഈ പറഞ്ഞ രൂപത്തിൽ സുന്നത്തിനെ നിഷേധിക്കുകയോ, നെയ്യാനിക്ക് താഴെയാണ് വസ്ത്രം ഇടുന്നത് അല്ലെങ്കിൽ നേരെ വസ്ത്രമാക്കാം, ഒഴുവ് എന്ന ഒരു വിഷയമാണ്.
അത് എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഗൾഫിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പുസ്തകം എന്നോട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പുസ്തകം ഞാൻ കൊണ്ടുവന്ന് നോക്കുമ്പോൾ നല്ല രസമുള്ള പുസ്തകം. ഞാൻ അത് ഉപയോഗിച്ച് കുറെ പ്രസംഗങ്ങളും അതിന് വന്ന അതിന് കവിയൽ ഏത് കാര്യത്തിലും വസ്ത്രം ചെയ്യാൻ്റെ നീതി കൊടുക്കണം, ശരിയാണ്. പക്ഷെ അതിനകത്ത് അതിന് കവിഞ്ഞു പോവുക. അതേപോലെ ഓരോ വിഷയത്തിലും അതിന് കവിയരുത്. അത് ഒരു വിദ്യയിൽ എന്ന ഒരു പുസ്തകം അത് ആസ്പദമാക്കിയിട്ട് പ്രസംഗിച്ചപ്പോ പിന്നെ എനിക്ക് ഞാൻ പറയുമ്പോ എന്റെ ഒരു ശൈലി ഉണ്ടാവും. ഓരോരുത്തരും